ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫെബ്രുവരി 2025 മോഡൽ എക്സാമിൻ്റെ 14ാമത്തെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ് 30 opted for NCC, 32 opted for SPC and 24 opted for both NCC and SPC. If one of these students is selected at random, find the probability that അല്ല ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദ സ്റ്റുഡൻറ്റ് opted for NCC or SPC. അല്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ സ്റ്റുഡൻറ്റ് ഹാസ് opted for neither NCC nor SPC. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദ സ്റ്റുഡൻറ്റ് ഹാസ് opted for SPC but not NCC. അതായത് ഒരു ക്ലാസ്സിൽ മൊത്തം എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 60 സ്റ്റുഡൻസ്. അതിൽ 30 പേര് NCC തിരഞ്ഞെടുത്തു, 32 പേര് SPC തിരഞ്ഞെടുത്തു, 24 പേര് രണ്ടും തിരഞ്ഞെടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ഡിനോട്ട് ചെയ്യാം? NCC എന്നുള്ളതിനെ നമുക്ക് N എന്നും SPC എന്നുള്ളതിനെ നമുക്ക് എന്ത് ഡിനോട്ട് ചെയ്യാം? S എന്നും ഡിനോട്ട് ചെയ്യാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരുന്നത്? P of N എന്ന് പറയുന്നത് NCC ചൂസ് ചെയ്ത ആൾക്കാർ എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി എത്ര വരും? 60 എന്ന് വരും. P of S SPC തിരഞ്ഞെടുത്ത ആൾക്കാർ എത്ര വരിക? 32 ഡിവൈഡഡ് ബൈ 60 എന്ന് വരും. ഇനി രണ്ടും തിരഞ്ഞെടുത്ത് എങ്ങനെയാണ് നമ്മൾ പറയുക? സാധാരണ ഇൻ്റർസെക്ഷൻ എന്ന് പറയും. P of N ഇൻ്റർസെക്ഷൻ Sൻ്റെ വാല്യൂ എത്രയാണ്? 24 ആണ്. 24 ഡിവൈഡഡ് ബൈ 60 എന്ന് വരും. ഇനി ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ P ഓഫ് എന്താണ്? സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് ഫോർ NCC ഓർ SPC. ഓർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? യൂണിയനാണ് വരുന്നത്. അപ്പോൾ N യൂണിയൻ S. അപ്പോൾ നമുക്കറിയാം P ഓഫ് N പ്ലസ് P ഓഫ് S മൈനസ് P ഓഫ് N ഇൻ്റർസെക്ഷൻ S ആണ് ഇതിൻ്റെ ഫോർമുല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരും? 30 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 32 ഡിവൈഡഡ് ബൈ 60 മൈനസ് 24 ഡിവൈഡഡ് ബൈ 60. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്റർ 60 അല്ലേ? അപ്പോൾ 60 എഴുതുക. 30 പ്ലസ് 32 മൈനസ് 24 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? 62 മൈനസ് 24 എന്ന് പറഞ്ഞാൽ 38 ആണ്. 38 ഡിവൈഡഡ് ബൈ 60യുടെ വാല്യൂ 19 ഡിവൈഡഡ് ബൈ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റുഡൻറ്റ് ഹാസ് opted ഫോർ നൈദർ NCC നോർ SPC. അപ്പോൾ മനസ്സിലാക്കുക, നൈദർ നോർ വന്നു കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാക്കേണ്ട എന്താണ്? ഡാഷ് ഇടുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡാഷ് ഇട്ട് കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷനാണ്. P ഓഫ് N ഡാഷ് ഇൻ്റർസെക്ഷൻ S ഡാഷ് ആണ്. നൈദർ നോർ വന്നാൽ മനസ്സിലാക്കുക എന്താണ്? ഡാഷ് ആണ്. ഓക്കെ, ദെൻ അപ്പോൾ ഇതെന്താണ്? P ഓഫ് N ഡാഷ് ഇൻ്റർസെക്ഷൻ S ഡാഷ് നമുക്കറിയാം എന്താണ്? P ഓഫ് N യൂണിയൻ S ഹോൾ ഡാഷ് ആണ് അല്ലേ? ദെൻ ഇതിൻ്റെ വാല്യൂ എന്താ നമുക്കറിയാം? 1 മൈനസ് P ഓഫ് N യൂണിയൻ S ആണ്. ദാറ്റ് മീൻസ് ഇതോടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. P ഓഫ് N യൂണിയൻ Sൻ്റെ വാല്യൂ 19 ഡിവൈഡഡ് ബൈ 30. അപ്പോൾ 1 മൈനസ് 19 ഡിവൈഡഡ് ബൈ 30 ഈസ് ഈക്വൽ ടു 30 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ 30 മൈനസ് 19 ഡിവൈഡഡ് ബൈ 30 ആണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്? 11 ഡിവൈഡഡ് ബൈ 30 എന്ന് വരും. അടുത്തത് ദ സ്റ്റുഡൻറ്റ് ഹാസ് opted ഫോർ SPC ബട്ട് നോട്ട് NCC. അതായത് SPC മാത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സെറ്റ് നോട്ടേഷൻ നോക്കുക. സെറ്റ് നോട്ടേഷനിൽ നമുക്കറിയാം ഇത് SPC എന്നുള്ളത് ഈ ഡയഗ്രാം നോക്കുക. ഇതെന്താണ്? NCC. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് നോക്കാം. SPC മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് മാത്രം ഞാൻ ഷെയ്ഡ് ചെയ്യാണ്. SPC മാത്രം ഇതാണ് SPC മാത്രം. അപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ മൊത്തം SPCയിൽ നിന്ന് ഏത് ഭാഗം സബ്ട്രാക്ട് ചെയ്യുക? പ്രോബിലിറ്റി ഓഫ് ഈ മൊത്തത്തിൽ നിന്ന് ഈ NCC ഇൻ്റർസെക്ഷൻ SPC ഈ ഭാഗമല്ലേ, അതാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അതായത് P ഓഫ് S അല്ലേ? S മാത്രമേ വേണ്ടുള്ളൂ. S മൈനസ് മറ്റത് വേണ്ട. N is equal to. അപ്പോൾ എന്താ ചെയ്യുന്നത്? മൊത്തം പ്രോബബിലിറ്റിയിൽ നിന്ന് Sൻ്റെ അതായത് SPCയുടെ മൊത്തം പ്രോബബിലിറ്റിയിൽ നിന്ന് ഏതാണ് നമ്മൾ കളയുന്നത്? NCC ഇൻ്റർസെക്ഷൻ SPCയുടെ ഈ ഭാഗമാണ് കളയുന്നത്. P ഓഫ് N ഇൻ്റർസെക്ഷൻ S എന്നുള്ള ഈ ഭാഗം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഭാഗം ഷെയ്ഡ് ചെയ്ത ഭാഗം മാത്രം കിട്ടും. അതിൻ്റെ മാത്രം പ്രോബബിലിറ്റി മതി. ദാറ്റ് മീൻസ് P ഓഫ് S മീൻസ് 32 ഡിവൈഡഡ് ബൈ 60 മൈനസ് P ഓഫ് N ഇൻ്റർസെക്ഷൻ Sൻ്റെ വാല്യൂ നമുക്കറിയാം 24 ഡിവൈഡഡ് ബൈ 60. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 8 ഡിവൈഡഡ് ബൈ 60 ആണ്. ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. അപ്പോൾ 32 മൈനസ് 24ൻ്റെ വാല്യൂ 8 ഡിവൈഡ് ബൈ 60. അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡിലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 ഡിവൈഡഡ് ബൈ 15 എന്ന് ആൻസർ വരും.